പുൽപ്പള്ളി പൂളക്കാട്ടെ ഈ വീട്ടുമുറ്റത്ത് ഇന്നലെ വൈകുന്നേരം 3 കുട്ടികൾ അമ്മയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എത്തിയാൽ അമ്മയും കൂട്ടി പുറത്തുപോയി ഐസ്ക്രീം കഴിക്കാനായിരുന്നു ആ മക്കളുടെ കാത്തിരിപ്പ്. എന്നാൽ ആ കാത്തിരിപ്പ് അതിൽ 2 കുട്ടികളെ മരണത്തിലെത്തിച്ചു. മക്കളെയും കൂട്ടി അമ്മ എൽസി ഈ കാറിൽ പുറത്തേക്ക് പോകാൻ ഇറങ്ങി. കാറിനകത്ത് കയറി താക്കോലിട്ട് ഓണാക്കിയപ്പോൾ ഈ കാർ ഒരു അഗ്നിഗോളമായി മാറി. എൽസിക്കും 3 മക്കൾക്കും ഗുരുതരമായി പൊള്ളലേറ്റു. അതിൽ 2 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്, ആൽഫ്രഡും എംലീനയും. എംലീനയ്ക്കും ആൽഫ്രഡിനും 65% മുകളിലാണ് പൊള്ളലേറ്റത്. 24 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് അവർ മരണത്തിന് കീഴടങ്ങിയത്. എൽസിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഗുരുതരാവസ്ഥ തുടരുകയാണ്. ഒരു കിൽക്കാമ്പട്ടിയായി ഈ പരിസരമാകെ ഓടി നടന്നിരുന്ന കുഞ്ഞായിരുന്നു എമി എന്ന് വിളിക്കുന്ന എംലീന. ഇന്ന് അവൾ ഈ നാട്ടുകാരുടെ ഒരു തീരാവേദനയായി. അപ്പോൾ അവർ ദിവസം കളിക്കാനൊക്കെ വരും. ചേച്ചി നായ്ക്കുട്ടി എവിടെയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നായ്ക്കുട്ടി ഇവിടെ ഉണ്ട്. അവൾക്ക് നായ്ക്കുട്ടിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഭയങ്കര സങ്കടം. ഞങ്ങൾക്ക് അവളോട് അത്ര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് അവനോട് നല്ല ഇഷ്ടമാണ്. ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഈ മക്കളുടെ അച്ഛനായ മാർട്ടിൻ 2 മാസം മുമ്പ് ക്യാൻസർ ബാധിതനായിട്ടാണ് മരിച്ചത്. അദ്ദേഹത്തെ കുടുംബപേരുള്ള അട്ടപ്പാടിയിലാണ് സംസ്കരിച്ചത്. ഈ 2 മക്കളിലെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാണ് കുടുംബത്തിൻ്റെ നിലവിലെ തീരുമാനം. മൃതദേഹം പാലക്കാട് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അട്ടപ്പാടിലേക്ക് കൊണ്ടുപോകാനാണ് നിലവിലുണ്ടായിരിക്കുന്ന ധാരണ. എൽസിയുടെയും കുടുംബത്തിൻ്റെയും ഈ ദുരനുഭവം ഇപ്പോൾ എല്ലാവരുടെയും വേദനയായി മാറിയിരിക്കുകയാണ്. ഈ കാർ പൊട്ടിത്തെറിച്ച് എൽസിക്കും മക്കൾക്കും പരിക്കേറ്റപ്പോൾ കൃത്യമായി രക്ഷാപ്രവർത്തനം നടന്നില്ല എന്ന് പരാതി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ റോഡാണ്. വീതി കുറഞ്ഞ റോഡായതിനാൽ അഗ്നിശമന സേനാ വിഭാഗത്തിന് ഇവിടേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ആംബുലൻസുകൾക്കും യഥാസമയം എത്താൻ കഴിയില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പരാതി. ഈ വിഷയത്തിലൊരു പരിഹാരം വേണമെന്നും അവർ പറയുന്നുണ്ട്. മൽഗൂർ സി മോഹനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.